ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ദൃശ്യം 3 കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരം എന്ന് വെച്ചാൽ ഫുൾ സ്പോയിലറാണ്. അപ്പോൾ അത് പോയി കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ശരിക്കും ദൃശ്യം 3യുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പടം മോഹൻലാലാണ് അഭിനയിച്ചത്. എന്താ പ്രശ്നം? മോഹൻലാലാണ് അഭിനയിച്ചത്, നിനക്കെന്താടാ എന്നൊരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ തോന്നിയിട്ടുണ്ടാവും. ശരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദൃശ്യം എടുത്തു നോക്കിയാലും ദൃശ്യം 2 എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ മാഷിയിട്ടൊക്കെ കിട്ടില്ല എവിടെയും. ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറേ അവിടെ ഉള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല. ഈവൻ ദോ ദൃശ്യം 2 എടുത്തപ്പോൾ നമുക്കറിയാം ലാലേട്ടനെ ഫേഷ്യലായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ബൊട്ടോക്സ് കഴിഞ്ഞിട്ടൊക്കെ വന്നതിൻ്റെ. പക്ഷേ ദൃശ്യം 2-ൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു തരി പോലും നമുക്ക് കാണാൻ പറ്റില്ല. ജോർജ് കുട്ടിയാണ് അവിടെ ഉള്ളത്. പക്ഷെ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ നമുക്ക് പല സമയത്തും മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാറിനെ കാണാൻ പറ്റും. ഞാൻ ചില സമയത്തൊക്കെ ഇത് മറ്റേ ബെൻസാണോ, നമ്മുടെ തുടരും സിനിമയിലെ ബെൻസാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ എന്തോ വേറൊരു രീതിയിലായി പോയി. നമുക്കറിയാം ദൃശ്യം എന്ന് പറയുന്ന പരിപാടി തന്നെ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിൽ ലാലേട്ടൻ്റെ ഒരു സ്റ്റാർ ആസ് എ സ്റ്റാർ ഒരു പരിപാടിയില്ല. അതാണ് ആ ദൃശ്യത്തിൻ്റെ മെയിൻ സംഭവം. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടി പഞ്ച് ഡയലോഗ് സംസാരിക്കുന്നു, ആൾക്കാരൊക്കെ കയറി ഇടിക്കുന്നു. അത് എന്തോ ഫസ്റ്റ് എനിക്ക് അത്യാവശ്യം പ്രശ്നമായിട്ട് തോന്നിയില്ല, പക്ഷെ എന്തോ വേറൊരാളെ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പടത്തിൽ അങ്ങനെ പല ക്യാരക്ടേഴ്സിനെയും ഫോർ ദ സേക്ക്, ഈ പ്ലോട്ടിന് വേണ്ടി മാത്രം എങ്ങനെയൊക്കെയോ മാറ്റിയിട്ടുണ്ട്. അതെന്താ ഏതാണെന്നൊരു പിടി കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ. ഇത്രയും കൊല്ലം, ഇപ്പോൾ 13 കൊല്ലം ആ പടം ഇറങ്ങിയിട്ട്, ആ 13 കൊല്ലം ഇതിൽ 10 കൊല്ലം ഉണ്ടാവാത്ത മാറ്റമാണ് പ്രഭാകരന് ദൃശ്യം 3യിൽ വന്നത്. പെട്ടെന്നൊരു ദിവസം എനിക്ക് പ്രതികാരം ചെയ്യണം, എനിക്ക് മറ്റേ നാദിയ കൊല്ലപ്പെട്ട രാത്രിയിലത്തെ നമ്മുടെ ആ വൃത്തികെട്ട ക്യാരക്ടറിനെ ഓർമ്മ വന്നത്, സിദ്ദിഖിൻ്റെ വെറുപ്പി ക്യാരക്ടർ. പക്ഷേ സിദ്ദിഖ് പറഞ്ഞു ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ കുറച്ചുകൂടി നമുക്ക് ബിലീവബിൾ ആയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ആ ഒരു ക്യാരക്ടർ, പ്രഭാകരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അത് നമുക്കറിയാം. ഇത്രയും കൊല്ലം ദൃശ്യം 1 ദൃശ്യം 2 ഈ 10-15 കൊല്ലം പുള്ളി നല്ല രീതിക്കാണ് നടന്നിട്ടുള്ളത്. എന്നിട്ടും ഒരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല. പക്ഷേ അയാൾക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാലോ തന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക, നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ആർക്കായാലും ദേഷ്യം വരും. ശരിക്കും നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഗതി പിടിക്കാത്ത ഒന്നല്ല നമ്മുടെ മെയിൻ പ്രശ്നം. നമുക്ക് ദ്രോഹം ചെയ്ത ആൾക്കാർക്ക് വളരെ നന്നായിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിക്കുത്ത് വരും, അത് നാച്ചുറലാണ്. പക്ഷേ അത് എന്തോ സ്വിച്ചിട്ട പോലെയാണ് പ്രഭാകർ ഇതിൽ മാറിയത്. ഈവൻ ദോ അയാൾ മാറിയെങ്കിലും ഈ 10 കൊല്ലം കൊണ്ട് ഉണ്ടാവാത്ത മാറ്റമാണ് ഈ ദൃശ്യം 3യിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്കൊരു വിയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. കാരണം ദൃശ്യം 2-ൽ അപ്പോഴും പ്രഭാകർ ആ ക്യാരക്ടർ പിടിച്ചിട്ടാണ് നിന്നത്. നിപ്പിയും മാറുന്ന പോലെ ദൃശ്യം 3യിൽ നമുക്ക് ആ ഒരു സിദ്ദിഖ് മാറുന്നത് തോന്നുന്നത് അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ വില്ലൻ്റെ പോലെ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഈവിളാവാൻ പറ്റില്ല. അത് ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസ്സാണ്. പോരാത്തതിന് ദൃശ്യം 3യിൽ ഈവൻ ദോ അയാൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, ജോർജ് കുട്ടീനെ അകത്താക്കണം എന്ന് വിചാരിച്ചു, നാച്ചുറലാണ്. പക്ഷേ സ്വിച്ചിട്ട പോലെ അയാളുടെ സ്വഭാവങ്ങൾ മാറുകയാണ്. ഈവൻ ദോ അത് അങ്ങനെ വിചാരിച്ചാൽ പോലും അയാൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രഭാകരൻ അങ്ങനെ ആയിരിക്കില്ല. അയാൾ ജോർജ് കുട്ടീനെ ജയിലിലാക്കണം എന്ന് പറഞ്ഞ് വന്നാലും അയാൾക്ക് അയാളുടേതായിട്ടുള്ള കുറേ മര്യാദകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പക്ക ജനറിക് വില്ലൻ്റെ പോലെ ആയിപ്പോയി. വെറുതെ ആ ഒരു ക്യാരക്ടറിനെ തൊലച്ച പോലെ ആയിപ്പോയി. പിന്നെ സഹദേവൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ വന്നപ്പോൾ ഓക്കെ സെറ്റപ്പ്, ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിൽ വന്നപ്പോൾ നന്നായിട്ട് ഇനി സെറ്റപ്പ് ആവും കീറും എന്നുള്ള രീതിയിലാണ് ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സഹദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കൊക്കെ ഒരു പേടി സ്വപ്നമാണ്. ആ ഒരു ദൃശ്യം ഫസ്റ്റിൽ കഴുത്തിന്ന് തല പോയാലും അയാൾ കീഴടങ്ങില്ല. അങ്ങനെയുള്ള വെറുപ്പായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ലാലേട്ടൻ്റെ 2 ഇടി കണ്ടപ്പോൾ കൊള്ള സത്യം മൊത്തം വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അങ്ങനെ ഇപ്പോൾ ജീവഭയം വന്നാൽ, അതായത് മരണഭയം വന്നാൽ ആർക്കായാലും ഒരു ഇത് വരും. അതിന് ഞാൻ കൊന്നാലും പറയില്ലടാ എന്ന് പറഞ്ഞാൽ അപ്പം 2 ഇടി ഇടിക്കും. എന്നിട്ട് ഓക്കെ ഞാൻ പറയാം. അത് ലിറ്ററലി ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിലൊക്കെ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചൊരു ടൈം എടുത്ത് നമ്മൾ കുറച്ച് ടോർച്ചറൊക്കെ ചെയ്ത് ഓക്കെ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര ഒരു വിയർഡ്നെസ് ഫീൽ ചെയ്യില്ല, ഇത്രയും കോമഡി ഫീൽ ചെയ്യില്ല. പക്ഷെ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് പിടിക്കാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് മകളെയാണോ രക്ഷിക്കാൻ പോയത്
അതേ മകളെ ലാസ്റ്റ് ഉപദ്രവിക്കേണ്ടി വരുന്നു ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ഗ്രാജുവലായിട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാധനമായിരുന്നു. ആ ഒരു സംഭവം നല്ലതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അതൊരു മാതിരി സ്വിച്ചിട്ട പോലെ ആയിപ്പോയി. പിന്നെ അത് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം ലാലേട്ടൻ ആസ് എ പെർഫോമർ ആ ഒരു സീൻസിൽ കൊടുക്കുന്ന ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ്. എനിക്കത് പിന്നെയും കാണിക്കില്ലേ എന്നുള്ളൊരു സംഭവമായിരുന്നു. കാരണം ലാലേട്ടൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് വർക്കൗട്ടായത്. പിന്നെ ദൃശ്യമായിക്കോട്ടെ, ദൃശ്യം 2 ആയിക്കോട്ടെ, നമുക്ക് അതിലത്തെ വയലൻസിൻ്റെയും അടിയുടെയും ഒക്കെ ഒരു മീറ്റർ ഉണ്ട്. ആ ഒരു മീറ്റർ നമുക്ക് എന്താണെന്നറിയാം. ഇത് നമ്മുടെ സഹദേവൻ ഇതിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇയാൾ കയറിയിരുന്നുമ്പോൾ എഴുകും. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്നത്, ലാലേട്ടൻ്റെ ആ ഒരു ജോർജ് ഊട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു മനുഷ്യനല്ലായിരുന്നു. നിങ്ങൾക്ക് പറയാം അത് അയാളുടെ ഒരു ക്യാരക്ടർ ആർക്കിൻ്റെ ഭാഗമാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ഭയങ്കര എന്തോ ഒരു ഈ പടത്തിന് വേണ്ടി മാത്രം ചെയ്ത പോലെ ആയിപ്പോയി. അതൊരു ഗ്രാജുവൽ പ്രോഗ്രസ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ആ ഒരു ജോർജ് ഊട്ടി ഒരിക്കലും ഒരു പഞ്ച് ഡയലോഗ് സംസാരിക്കുന്ന ആൾക്കാരെ കയറി ഇടിക്കുന്ന ആളല്ല. മോഹൻലാലാണ് അങ്ങനെയാണ്, പക്ഷേ ജോർജ് ഊട്ടി അങ്ങനെയല്ല. നമുക്ക് 10-13 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരാളാണ് ജോർജ് ഊട്ടി. അയാൾ ഒരു ദിവസം സ്വിച്ചിട്ട പോലെ മാറുകയാണ്. അതെന്താ എങ്ങനെയാണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഇപ്പോൾ ഈവൻ ദോ പുള്ളിക്കാർ ക്യാരക്ടർ ആർക്ക് പിടിക്കണമായിരുന്നെങ്കിൽ ആ ഒരു ദൃശ്യം 2ൻ്റെ ഇടയിൽ ഒരു ചെറിയ ഹിൻസ് ഇട്ട് പോവുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിലും കൂടെ ഒന്ന് ഈ സംഭവം വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നിയേനെ. ഈ ദൃശ്യം 3ലേക്ക് മാത്രം വന്നപ്പോൾ എല്ലാവരും വേറെ ടൈപ്പിൽ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ദൃശ്യം 3യുടെ ഐഡിയ പുള്ളിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പുള്ളി ദൃശ്യം 3 എഴുതാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ പരിപാടികളൊക്കെ വന്നത്. പിന്നെ അന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ ജിത്തു ജോസഫ്. അതുപോലെ തന്നെ എനിക്ക് ആ ക്ലൈമാക്സ് ആണ് പുള്ളിയുടെ ആദ്യം കിട്ടിയതെന്ന് തോന്നുന്നു. അതിലേക്ക് വരാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു ഈ പറയുന്ന ഈ ഫുൾ പടവും. പിന്നെ കുറേ സീക്വൻസുകൾ, സഹദേവനെ തിരിച്ചടിക്കുന്ന സംഭവം, അത് നമുക്ക് ആ ഒരു കണ്ടാൽ തന്നെ മനസ്സിലാവും. ദൃശ്യം 1ൽ പുള്ളി അടിച്ചതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ അടിക്കുന്നത്. അത് ശരിക്കും അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ഇതുപോലെ തോന്നി. ഈവൻ ദോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ഒരു തിരിച്ചടി കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മോഹൻലാലിനെ ഈ സിനിമയിൽ ആരടിച്ചാലും അത് പുള്ളി തിരിച്ചടിക്കാതെ നമുക്കൊരു സമാധാനം കിട്ടില്ല. അതുപോലെയൊക്കെയാണ് ഈ സംഭവം. പിന്നെ ലാസ്റ്റ് നമ്മുടെ പ്രഭാകരനെ കാണുമ്പോൾ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ്, അത് ജോർജ് ഊട്ടി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇതേതോ തുടരുമില്ല ബെൻസോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ എന്ന സൂപ്പർ സ്റ്റാറായിട്ട് എനിക്ക് തോന്നിയത്. ജോർജ് ഊട്ടി അങ്ങനെ പറയുന്ന ഒരാളല്ല. ഈവൻ ദോ മൈൻഡിൽ അയാൾ അങ്ങനെ വിചാരിച്ചാലും അത് അയാളുടെ വായി വരില്ല. ലാലേട്ടൻ രാവണപ്രഭുവിൽ പറയുന്ന പോലെ നമ്മുടെ ജോർജ് ഊട്ടിക്ക് പറച്ചിലല്ല, ചെയ്ത്താണ് ശീലം. ഈവൻ ദോ ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അത് എൻ്റെ ഉള്ളിലത്തെ മോഹൻലാൽ ഫാൻ സ്ലീപ്പർ സെല്ലിൽ ഉണർന്നതാണ്. പക്ഷെ എന്നാലും അത് ഇങ്ങനൊരു സംഭവം ജോർജ് ഊട്ടി പറയില്ല. പക്ഷേ ദൃശ്യം 4ലേക്ക് ഇട്ട ആ ഒരു ലീഡ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ വരുൺ പ്രഭാകറിൻ്റെ മമ്മി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അൻസിബാസിൻ്റെ ക്യാരക്ടറിന് വേണ്ടി, ജോർജ് ഊട്ടിയുടെ മോൾക്ക് വേണ്ടി. പക്ഷേ ഇത്തവണ ജോർജ് ഊട്ടി ഇല്ല, പുള്ളി ജയിലിലാണ്. അതൊരു ഭയങ്കര സെറ്റപ്പ് സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മളുടെ OG ജിത്തു ജോസഫ് ഇരുന്ന് എഴുതി അത്യാവശ്യം ടൈം എടുത്ത് സെറ്റപ്പ് ആക്കിയാൽ നന്നായിട്ട് വരുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ളൊരു ചാൻസും ഓരോ ലൂപ്പ് ഹോൾസും ഉണ്ട്. അപ്പോൾ അതിലങ്ങനെ വർക്ക് ചെയ്തിട്ട് ജിത്തു ജോസഫിന് പക്കാ ഒരു കിടിലൻ ദൃശ്യമായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു.